അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. സെക്കൻഡ് റെസിപ്പി ഒരു വെജിറ്റേറിയൻ വിഭവം തന്നെ ആയിക്കോട്ടെ. ഇതൊരു റൈസ് ഐറ്റമാണ്. ഒരു എന്താ പറയുക, ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ നമ്മൾ ചെയ്യുന്ന ഒരു റൈസാണ്. ഇത് പുലാവൊന്നുമല്ല, ഇതൊരു ചന്ന റൈസാണ്. പണ്ട് നമ്മളൊരു ചന്ന ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് പക്ഷേ ബിരിയാണിയല്ല, ഒരു റൈസ് ഐറ്റം. ചന്ന എന്ന് പറയുമ്പോൾ ഇതിൽ കടലപ്പരിപ്പ് ഉപയോഗിച്ചിട്ടാണ്. തൊലിയില്ലാത്ത കടലയാണ് കടലപ്പരിപ്പ് പിളർന്നത്. കടലപ്പരിപ്പും റൈസെന്ന് പറഞ്ഞാൽ ബിരിയാണി റൈസൊന്നും വേണ്ട, ബസ്മതി റൈസ് വേണ്ട, നല്ല ഇനം പച്ചരി അതിൽ തയ്യാറാക്കുന്ന ഒരു സ്പെഷ്യൽ റൈസാണ്. ഇത് വളരെ സ്വാദാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പം, കുട്ടികൾക്കെല്ലാം ടിഫിനായിട്ടൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ വിഭവമാണ്. എന്തായാലും നമ്മുടെ ചന്ന റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല ഇനം പച്ചരി 1/4 കിലോ, കുറച്ചേറെ വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് വേവിച്ച് ഊറ്റിയെടുത്തത്. കടലപ്പരിപ്പ് 200 ഗ്രാം, ഉപ്പ് ചേർത്ത് കുറച്ചേറെ വെള്ളത്തിൽ വേവിച്ച് ഊറ്റിയെടുത്തത്. മുളക് പൊടി 3/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, നല്ല ജീരകം 1 ടീസ്പൂൺ, വറ്റൽമുളക് 4 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്, എണ്ണ 4 ടേബിൾ സ്പൂൺ, നെയ്യ് 3 ടേബിൾ സ്പൂൺ, നാരങ്ങാ നീര് 1.5 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ നമുക്കിനി ദാൽ റൈസ് തയ്യാറാക്കാം. ദാൽ റൈസിന് വേണ്ടത്, ദാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കടലപ്പരിപ്പ് കുറച്ചേറെ വെള്ളത്തിൽ കുക്കറിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് കടലപ്പരിപ്പ് വേവിക്കാൻ വയ്ക്കുക. ഒരു വിസിൽ കഴിഞ്ഞിട്ട് തീ ഒരല്പം കുറച്ച് ഒരു 5 മിനിറ്റും കൂടി വേവിച്ചിട്ട് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ടോ അത് ആ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് റെഡിയാക്കി വയ്ക്കുക. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്, അതേസമയം നന്നായിട്ട് വേഗവും വേണം. ആ ഒരു പാകത്തിന് തമ്മിൽ ഒട്ടാത്ത രീതിയിൽ ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ, എന്നാൽ വേകാതിരിക്കരുത്, അതാണ് പാകം. പിന്നെ രണ്ടാമത്തെ കാര്യം റൈസാണ്. അരി എന്ന് പറഞ്ഞാൽ ബസ്മതി റൈസ് ഒന്നും വേണ്ട ഇതിന്. നമുക്ക് നല്ല ഇനം പച്ചരി, ഇപ്പോൾ പൊന്നിയരി എന്നൊക്കെ പറഞ്ഞ ബ്രാൻഡ് ഉണ്ടല്ലോ അരി, ആ ടൈപ്പ് അരിയൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും. അതും വേവിക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളത്തിൽ വേവിച്ച് കുറച്ച് ഉപ്പിട്ട് വേവിച്ച് ആവശ്യത്തിന് വേഗണം, പക്ഷേ കുഴഞ്ഞു പോകരുത്. എന്നിട്ട് ഇങ്ങനെ കണ്ടില്ലേ, ബാക്കി കാര്യങ്ങളെല്ലാം വളരെ സിമ്പിൾ. അടുപ്പ് കത്തിക്കുന്നു, കുറച്ച് പരന്നൊരു പാത്രം എടുക്കുക, ചുവട് കത്തിയുള്ളത്. ഇനി നമ്മുടെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നെയ്യാണ് ഏറ്റവും നല്ലത്. നെയ്യിൽ മാത്രം ചെയ്താൽ ഏറ്റവും നല്ലത്. പക്ഷേ നെയ്യുടെ ഉപയോഗം കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, എന്നാൽ അതിൻ്റെ ഒരു മണവും രുചിയും കിട്ടണം. അതുകൊണ്ട് നെയ്യും എണ്ണയും കൂടി മിക്സ് ചെയ്യാണ് ഞാൻ. ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ അതൊരു 4 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ഇത്രയും റൈസിനെ കോട്ട് ചെയ്ത് വരണം, അതാണ് ആവശ്യം. അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ 2-3 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ്. ഈ 2 കാര്യങ്ങളും കൂടി ചേർന്ന് വരുമ്പോൾ നല്ല നെയ്യുടെ മണം തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ നെയ്യ് ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ആദ്യം ചേർക്കാൻ പോകുന്നത് ജീരകം തന്നെയാണ്. 1 ടീസ്പൂൺ നല്ല ജീരകം എന്ന് പറഞ്ഞാൽ തോരനിലൊക്കെ അരയ്ക്കുന്ന ജീരകം. അത് നല്ല മണമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ നെയ്യുടെ കൂടെ ഇങ്ങനെ കിടന്ന് മൂക്കുമ്പോൾ ഒരു നല്ല സ്മെല്ല്, ഇങ്ങനെ പൊട്ടി അതൊരു ലൈറ്റ് ബ്രൗൺ കളറായി മാറും. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് തുടങ്ങട്ടെ. ഇനി വറ്റൽമുളക് ചേർക്കാം. കൂടുതലിരിക്കട്ടെ. ഇനി കറിവേപ്പില കുറച്ച് മാറി നിന്നതാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആയിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ്, ഇത് പൊന്നിയരിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പൊന്നിയരി നല്ല ഇനം പച്ചരിയാണത്. അതിലേക്ക്, അപ്പോൾ ഇതിൽ എണ്ണ ഉണ്ടെങ്കിലും നെയ്യുടെ മണമാണ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നത്. തമ്മിൽ ഒട്ടാത്ത ചോറാണ്, കുഴഞ്ഞിട്ടില്ല. ഇനി ഇതിനോടൊപ്പം തന്നെ കടലപ്പരിപ്പ്, ഇത് 200 ഗ്രാം വേവിച്ച് സാവധാനം ഇളക്കി വെച്ചു. അപ്പോൾ ഈ നെയ്യും എണ്ണയും കൂടെയുള്ള മിശ്രിതവും ആ താളിച്ച കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ യോജിക്കും. പരിപ്പല്ല, കടലപ്പരിപ്പ് ഇങ്ങനെ ചോറിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ഇങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുവാണ്, കണ്ടല്ലോ. ഇനി ഇതിൽ 1-2 കാര്യങ്ങൾ കൂടി ചേർക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇളക്കാം. 2-3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ വൈറ്റ് കളറല്ലേ, ഇനിയിപ്പോൾ കളർ മാറുന്നു നോക്കുള്ളൂ. മഞ്ഞൾപ്പൊടി വേറെ ഒന്നും ചേർക്കുന്നില്ല, കളറൊന്നും അല്ല ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഒരു 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ, ഇച്ചിരി സ്പൈസി, ഇച്ചിരി എരിവ് വേണം തോന്നുകയാണെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ ചേർത്തുള്ളൂ, അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇതെല്ലാം ഒരു ചെറിയൊരു കളർ ഡിഫറൻസ്. പിന്നെ ചോറും കടലപ്പരിപ്പും ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത്, എന്നാലും ഒരല്പം ഉപ്പും കൂടി എന്തായാലും വേണ്ടി വരും. ആ ഉപ്പും കൂടി ചേർക്കാം. നന്നായിട്ട് ഇളക്കി ഒഴിച്ചു.
നല്ലതായിട്ട് ചൂട് കയറട്ടെ ഇതിലേക്ക്. കാര്യം ഇപ്പം ചോറ് തണുത്തിരിക്കുന്നു, കടലപ്പരിപ്പ് തണുത്തിരിക്കുന്നു. പക്ഷേ ഇപ്പം നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് അതൊക്കെ ഒന്ന് മൂക്കണ്ടേ, അതിൻ്റെയൊക്കെ പച്ചച്ചോ മാറണം. അപ്പോൾ ശരിക്കും നന്നായിട്ട് ചൂടാകണം. അടുപ്പിൽ തന്നെ ഇട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. കളറ് മാറുന്നത് കണ്ടോ? അത് എങ്ങനെയാണെന്ന് യെല്ലോ കളറിലേക്ക് മാറുക. മഞ്ഞൾപ്പൊടിയുടെ നിറം. ഇപ്പോൾ നോക്കൂ, നമ്മുടെ റൈസിൻ്റെ കളർ ഒരു യെല്ലോ കളർ. ഇത് കണ്ടിട്ട് ഒരു ലെമൺ റൈസ് പോലെയൊക്കെ തോന്നുന്നില്ല, പക്ഷേ ലെമൺ റൈസ് അല്ല. പക്ഷേ നമ്മളൊരു കുറച്ച് നാരങ്ങ നീര് ചേർക്കും. ഒരുപാടൊന്നും വേണ്ട, 1 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. എത്ര വേണമെന്ന് ആലോചിച്ചിട്ട് ചെയ്യാം. 1 ടേബിൾ സ്പൂണോ ലെമൺ ജ്യൂസ്, 1 ടേബിൾ സ്പൂൺ. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 മുതൽ 1 ടേബിൾ സ്പൂൺ വരെ. അങ്ങനെ പുളിയൊന്നും ആകില്ല, കുറച്ച് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി നിർബന്ധമില്ല നാരങ്ങാനീര് ചേർക്കാതെയും ചെയ്യാം. എല്ലാം കൂടി ചേർത്തൊന്ന് യോജിപ്പിക്കുക. വേറൊന്നും ചെയ്യാനില്ല. ഇപ്പോൾ നല്ലതായിട്ട് ചൂടായി കണ്ടില്ലേ, ആവി വരുന്നുണ്ടല്ലേ. ഒരു 5 മിനിറ്റ് ഇങ്ങനെ അടുപ്പിലിട്ടു, അത്രേ ഉള്ളൂ. പിന്നെ തീ ഓഫ് ചെയ്യുക. വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇടുമ്പോൾ തന്നെ എൻ്റെ മണം എന്താ അറിയോ? നല്ലൊരു മണമാണ്. കാര്യം നെയ്യ്, ജീരകം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളില്ലേ ഇതിനകത്ത്. എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. പിന്നെ ഇത് നല്ല സ്വാദുള്ളൊരു വിഭവമാണ്. ഇതിൻ്റെ കൂടെ ഇനി എന്താ വേണ്ടേ? ഒരു സലാഡ് മാത്രം മതിയാകും അല്ലേ? തൈര് ചേർത്ത് വേത്താം. പിന്നെന്താ, അച്ചാർ, പപ്പടം. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് ഏകദേശം എത്ര പേർക്ക് കഴിക്കാമെന്ന് ചോദിച്ചാൽ ഏതാണ്ട് ഒരു 6 പേർക്ക് ഇങ്ങനെ കഴിക്കാൻ പോകും. ഒരു ബുഫേക്കൊക്കെയാണ് നമ്മളിത് തയ്യാറാക്കുന്നതെങ്കിൽ എന്തായാലും കുറച്ച് ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കൂടി ഉണ്ടാവും. അതിനൊരു കറിയുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ ഒരു തടി അതിൽ കൂടുതൽ ആരും കഴിക്കില്ലല്ലോ. 1 അല്ലെങ്കിൽ 1.5 തടി. ഇത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരു 1.5 തടി. അപ്പോൾ ഒരു 10-12 പേര് കഴിക്കും അങ്ങനെ എടുക്കുകയാണെങ്കിൽ. ബുഫേ ആണെങ്കിൽ. ഇത് മാത്രമാണെങ്കിൽ ഒരു 6 പേർക്ക് കഴിക്കും. അങ്ങനെ സ്വാദിഷ്ടമായ ചന്ന റൈസ് വളരെ എളുപ്പത്തിൽ തന്നെ ഞാൻ തയ്യാറാക്കി കഴിഞ്ഞില്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ ടിഫിൻ ബോക്സിലാക്കി കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തയക്കാൻ പറ്റിയ കാര്യമാണ്. പിന്നെ അല്ലാണ്ട് നമുക്കിപ്പോൾ ബുഫേയിലൊക്കെ വേണമെങ്കിൽ എപ്പോഴും നമ്മൾ പുലാവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വയ്ക്കുന്നത്. ഫ്രൈഡ് റൈസ് ഒരു ചേഞ്ച് ആയിക്കോട്ടെ, വല്ലപ്പോഴൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒരു വ്യത്യസ്തമാണ് ഇതിൻ്റെ രുചിയും മറ്റു കാര്യങ്ങളും. കാഴ്ചയിലൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമാകും. എന്തായാലും തീർച്ചയായിട്ടും പരീക്ഷിക്കുക. എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചൊരു ചൈനീസ് സ്റ്റൈലാണ്. ചൈനീസ് ചിക്കൻ ഗായ് തോട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. രണ്ടാമത് കാണിച്ചതാണെങ്കിലും എളുപ്പം തന്നെയാണ്, കുറച്ചുകൂടി എളുപ്പമാണെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ. അതായത് ദാൽ റൈസ്, ചന്ന ദാൽ റൈസ്. അപ്പോൾ തീർച്ചയായിട്ടും 2 വിഭവങ്ങളും പരീക്ഷിക്കുക. എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് ആവുന്നത്